തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ പങ്കെടുക്കേണ്ടത് അനിവാര്യതയാണ്. എന്നാൽ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയ മുഖ്യമന്ത്രി വകുപ്പിന്റെ ഡയറക്ടറെ കണ്ടഭാവം നടിക്കാതെ കടന്നുകളഞ്ഞത് അസ്വാഭാവികവുമാണ്. ഇതിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നത് വി.ഡി. സതീശനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യറുമാണ്. ഇതിനു മുൻപ് KSU നേതാവ് അലോഷ്യസ് സേവ്യറിനെ പൊതുവേദിയിൽ വെച്ച് കണ്ടഭാവം നടിക്കാതെ പോയതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് വന്ന സമാനമായ വാർത്ത. വിമർശിക്കുന്നവരോടും എതിർക്കുന്നവരോടും ശത്രുതാപരമായ മനോഭാവം വെച്ചു പുലർത്തുന്ന മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അസഹിഷ്ണുതയോടെയും പ്രതികാര മനോഭാവത്തോടെയും പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നും ചർച്ചകളുണ്ടായി. എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോഴും മുഖ്യമന്ത്രി മുഖം തരാതെ പോയപ്പോഴും ദിവ്യ എസ് അയ്യർ പ്രതികരിച്ചിരുന്നില്ല. സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ മാതൃകാപരമായ അച്ചടക്കം പാലിക്കുകയാണ്. അതേസമയം ദിവ്യ എസ് അയ്യരുടെ 2025 ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എന്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃപാടവത്തെക്കുറിച്ച് തന്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ പൊതുവേദികളിൽ തുറന്നു പറയാറുള്ള ദിവ്യ എസ് അയ്യർ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു. ആ സമയത്താണ് അവർ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. തന്റെ വ്യക്തിപരമായ അനുഭവത്തിലുള്ള നന്മ പോലും പറയാൻ കഴിയാത്ത ലോകത്തെ വിചിത്രമായാണ് അവർ നോക്കിക്കണ്ടത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിഴിഞ്ഞം തുറമുഖം MD സ്ഥാനത്ത് നിന്നും ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വിഴിഞ്ഞം പദ്ധതിയെ മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഉദ്യോഗസ്ഥയായിരുന്നു അവർ. അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട നീക്കങ്ങളെ ശക്തമായി എതിർക്കുകയും സ്ത്രീകൾക്ക് തുറമുഖ രംഗത്ത് തൊഴിൽ നൽകാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനാണ് പുതിയ UDF സർക്കാർ ദിവ്യയെ മാറ്റിയത് എന്ന ആരോപണവും ശക്തമായിരുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ ചുമതലയിൽ നിന്നും ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്നും ഭരണപരമായ ആവശ്യങ്ങൾക്കായി പലരെയും മാറ്റിയിട്ടുണ്ടെന്നും ഇതിൽ എന്താണ് പ്രശ്നമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. എന്നാൽ പൊതുവേദിയിൽ വെച്ച് വകുപ്പിന്റെ ഡയറക്ടർ കൂടിയായ IAS ഉദ്യോഗസ്ഥയെ അവഗണിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനത്തിനാണ് വഴിവെച്ചത്. ഈ സാഹചര്യത്തിലാണ് ദിവ്യ എസ് അയ്യരുടെ വാക്കുകൾ വീണ്ടും ചർച്ചയായത്.